നമ്മുടെ റിയൽമിയുടെ റെഡ്മിയുടെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 6 വർഷം മുമ്പത്തെ ഒരു സാഹചര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ ഏത് പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ ഇറക്കിയാലും ആ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണുകൾ ഇറക്കിയിരുന്ന 2 കമ്പനികളാണ് റിയൽമിയും റെഡ്മിയും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിഞ്ഞ്, അതായത് ഏത് പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ ഇറക്കിയാലും ആ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വാല്യൂ ഫോർ മണി അല്ലാത്ത ഫോണുകൾ ഇപ്പോൾ ഉള്ളത് റിയൽമിക്ക് റെഡ്മിക്കുമാണ്. പക്ഷേ റിയൽമിയുടെ കാര്യത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. അവർക്ക് ചില പ്രൈസ് റേഞ്ചിലെങ്കിലും അത്യാവശ്യം നല്ല ഫോണുകളുണ്ട്. റിയൽമി GT60 അല്ലെങ്കിൽ റിയൽമി GT6 ഒക്കെ ആ ഇറങ്ങിയ സമയത്ത് കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല പ്രൈസിങ്ങിലാണ് ഫോൺ കിടക്കുന്നത്. നല്ല ഫോണുകളുമാണ്, ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഫോണുകളുമാണ്. പക്ഷേ റെഡ്മിയുടെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്കൊരു നല്ല ഫോൺ എന്ന് പറയാനായിട്ടൊരു ഫോൺ ഇല്ല. റിയൽമി P3X എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. 15,000 പ്രൈസ് റേഞ്ചിൽ താഴെയാണ് ഫോൺ ലോഞ്ച് ആയിരിക്കുന്നത്. 6GB റാമും 128GB മെമ്മറിയും വരുന്ന ബേസ് മോഡലിന് വില വരുന്നത് 14,000 രൂപയാണ്. അപ്പോൾ നമുക്ക് 15,000 പ്രൈസ് റേഞ്ച് വരുന്ന മറ്റെല്ലാ ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കാനാണെന്നുണ്ടെങ്കിൽ റിയൽമി 14X എന്നും പറഞ്ഞിട്ടൊരു ഫോൺ നേരത്തെ ലോഞ്ച് ആയിട്ടുണ്ട്. അതായത് ഒരു 2 മാസം 3 മാസം മുമ്പ് ലോഞ്ച് ആയതാണ്. ആ ഫോണിൻ്റെ ഒരു സക്സസർ ആയിട്ടാണ് ഈ ഫോൺ ഇറക്കുന്നത്. ആ ഫോണിൻ്റെ ഏകദേശം ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതായത് വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. 7.9 mm തിക്നെസ് വരുന്ന, ഒരു 197 ഗ്രാം 200 ഗ്രാമിൽ താഴെ മാത്രം വെയിറ്റ് വരുന്ന വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. ഫോണിൻ്റെ സൈഡും ബാക്കും എല്ലാം വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. അതിപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന എല്ലാ ഫോണുകളും പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ട് ഈ ഫോണിനകത്ത് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഫോണിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പറയാം. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കാനാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ചാണ് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. IPS LCD പാനലാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD ഡിസ്പ്ലേ അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 14,000 രൂപയാണ്. ഒരു 14,000 15,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിനകത്ത് HD+ ഡിസ്പ്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, പണ്ടാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം, ഒരു 6,000-7,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ വരുന്ന സെയിം ഡിസ്പ്ലേ ആണ് 15,000 രൂപ കൊടുത്തിട്ട് നമുക്ക് ഈ ഫോണിനകത്ത് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏത് ഫോൺ നോക്കിയാലും നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ കിട്ടും. ഫുൾ HD ഡിസ്പ്ലേ മാത്രമല്ല, ചില ഫോണിനകത്ത് നമുക്ക് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ബ്രൈറ്റ്നസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ 625 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് മാത്രമാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഫോണുകൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ CMFന്റെ ഫോൺ 1-നകത്ത് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല കിടിലം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 15,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും നല്ല ഡിസ്പ്ലേ ഉള്ള ഫോൺ CMFന്റെ ഫോൺ 1 ആണ്. ഇനി iQOO Z9X നോക്കാനാണെന്നുണ്ടെങ്കിലും AMOLED ഡിസ്പ്ലേ ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് നല്ല കിടിലം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. IPS LCD പാനലാണ് വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ M35 വരുന്നുണ്ട്, പോക്കോയുടെ M7 Pro വരുന്നുണ്ട്, പിന്നെ വിവോയുടെ T3X വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഫോണുകൾ വരുന്നുണ്ട്. അതായത് 15,000 പ്രൈസ് റേഞ്ചിൽ താഴെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫോണിനകത്തും ഈ ഫോണിനേക്കാളും മികച്ച ഡിസ്പ്ലേ ആണ്. ഇനി അടുത്ത നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പ്രോസസ്സറാണ്. MediaTekന്റെ Dimensity 6400 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. എന്ത് പറയാനാണ്, വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CMFന്റെ ഫോൺ 1-നകത്ത് വരുന്നത് Dimensityയുടെ 7300 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. നല്ല കിടിലം പ്രോസസ്സറാണ് വരുന്നത്. 15,000 പ്രൈസ് റേഞ്ചിൽ താഴെ വരുന്ന ഏറ്റവും നല്ല പ്രോസസ്സറുള്ള ഫോണും CMFന്റെ ഫോൺ 1 തന്നെയാണ്. ഇനി iQOO Z9X നോക്കാനാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 എന്ന് പറഞ്ഞ പ്രോസസ്സർ വരുന്നുണ്ട്. ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ നല്ല കിടിലം പ്രോസസ്സറാണ്. പിന്നെ പോക്കോയുടെ M7 Proയ്ക്കകത്തൊക്കെ നല്ല കിടിലം പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സറിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിലും പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും വെറും ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നുമല്ല, ഗെയിമൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവറേജ് ഗെയിമിങ്ങും പരിപാടിയൊക്കെ നടക്കുള്ളൂ. 15,000 പ്രൈസ് റേഞ്ചിൽ മിനിമം Dimensityയുടെ 7050 എന്ന് പറഞ്ഞ പ്രോസറെങ്കിലും കൊടുക്കണം. പക്ഷേ റിയൽമി എന്ന കാര്യം നോക്കി, Dimensity 6300 എന്ന് പറഞ്ഞ നേരത്തെ ഒരു പ്രോസറുണ്ട്. ആ പ്രോസസ്സറിൻ്റെ ഒരു സക്സസർ ആയിട്ടുള്ള പ്രോസറാണ് ഈ കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് 3 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു എൻട്രി ലെവൽ 5G ഫോണിൻ്റെ ഒരു പ്രോസറാണ്. 3 വർഷം പഴക്കമുള്ള ഒരു എൻട്രി ലെവൽ 5G ഫോണിൻ്റെ ഒരു പ്രോസസ്സർ, സെയിം സാധനം തന്നെയാണ്, ഒരു മാറ്റമില്ല. അതെടുത്തിട്ട് വെച്ച് കൊടുത്തേക്കാണ് 15,000 പ്രൈസ് റേഞ്ചിലുള്ള ഫോണിനകത്ത്. ഇനി അടുത്തൊരു നെഗറ്റീവ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ക്യാമറ 50 മെഗാപിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 2 മെഗാപിക്സൽ വേറെ സെൻസർ കൂടെ വരുന്നുണ്ട്. 50 മെഗാപിക്സൽ എന്ന് പറയുമ്പോഴത്തേക്കും കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോണുകളിലും ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും 50 മെഗാപിക്സലിൻ്റെ സെൻസർ തന്നെയാണ് വരുന്നത്. പക്ഷേ 2 മെഗാപിക്സലിൽ മറ്റേ സെൻസർ ചുമ്മാ കൊടുത്തിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് 2 ക്യാമറ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ ഒരു സെൻസർ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ അതൊന്നും അല്ല ഇതിൻ്റെ ഫോണിൻ്റെ നെഗറ്റീവ് എന്ന് ഞാൻ പറയാൻ കാര്യം. ഇവർക്ക് ഈ 2 മെഗാപിക്സലിൻ്റെ സെൻസർ കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് 5 മെഗാപിക്സലെങ്കിലും മതി. മിനിമം ഒരു 5 മെഗാപിക്സൽ അല്ലെങ്കിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തെങ്കിൽ ഒരു നല്ല ക്യാമറ സെറ്റപ്പ് ഉണ്ടെന്ന് പറയാമായിരുന്നു. ഇതിൻ്റെ ബാക്ക് ക്യാമറ മാത്രമല്ല, ഇനി സെൽഫി ക്യാമറ നോക്കാനാണെന്നുണ്ടെങ്കിലും 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. നമ്മൾ എന്നായിരിക്കും ലാസ്റ്റ് 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കേട്ടിട്ടുള്ള? ജസ്റ്റ് ചിന്തിച്ച് നോക്ക്, ഒരു 8,000 രൂപ 7,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിനകത്തൊക്കെയാണ് 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നത്. ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിനകത്ത് മിനിമം 12 അല്ലെങ്കിൽ 16 മെഗാപിക്സലിലേക്ക് സെൽഫി ക്യാമറ വരുന്നത്. ആ സ്ഥാനത്താണ് 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ, അതും 15,000 രൂപയ്ക്ക്. പിന്നെ ഫോണിൻ്റെ സ്പീക്കർ നോക്കാനാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതും ഒരു നെഗറ്റീവ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫോണിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ളത്. നമുക്കിനി ഫോണിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം.
പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഇതിനകത്ത് IP റേറ്റിംഗ് ആണ്. അതായത് 15,000 പ്രൈസ് താഴെ നമുക്ക് IP68ഉം 69ഉം കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സാംസങ്ങിന്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള സാംസങ്ങിന്റെ S25 അൾട്രയ്ക്കകത്ത് പോയി നമുക്ക് IP69 കിട്ടുന്നില്ല, 68 ആണ് കൊടുക്കുന്നത്. ആ സമയത്താണ് നമുക്ക് 15,000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് IP69 കിട്ടുന്നത്. അതെന്തുകൊണ്ട് ഒരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റും ഫോണിൻ്റെ ഒരു പോസിറ്റീവ് ആണെന്ന് പറയാം. നിങ്ങൾ അത്യാവശ്യം കെയർലെസ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഫോൺ നിങ്ങളുടെ നിരക്ക് താഴത്ത് പോകാറുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ പോകാറുണ്ട്, മഴ നനയാറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് ഇതിൻ്റെ പോസിറ്റീവ് ആണെന്ന് പറയാം. 6000 mAh ഫോണിനകത്ത് ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഈ സെയിം പ്രൈസ് റേഞ്ചിൽ iQOO Z9Xനകത്ത് നമുക്ക് 6000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറൊക്കെ വരുന്നുണ്ട്. ആ സെയിം സാധനം തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്. അതുപോലെ റാമും സ്റ്റോറേജും നോക്കാനാണെന്നുണ്ടെങ്കിലും LPDDR4X റാമും അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. ഹൈബ്രിഡ് സ്ലിം സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. Android 15 ഫോൺ വരുന്നത്. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. ഇനി ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബഡ്ജറ്റ് 15,000 രൂപയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഫോൺ വാങ്ങരുതെന്ന് ഞാൻ പറയുള്ളൂ. വേറൊന്നുമല്ല, നല്ലൊരു ഡിസ്പ്ലേ ഇല്ല, നല്ലൊരു പ്രോസസ്സർ ഇല്ല, നല്ലൊരു ക്യാമറ ഇല്ല, നല്ലൊരു സ്പീക്കർ സിസ്റ്റം ഇല്ല. ആകെ ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ IP68, 69 റേറ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് മാത്രമാണ്. നിങ്ങൾ ഫോൺ റഫായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഫോൺ താഴെ വീഴാറുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ വെള്ളത്തിൽ പോകാറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാം. അല്ലാത്ത സാഹചര്യത്തിലുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഒരിക്കലും വാങ്ങരുത്. നിങ്ങൾക്ക് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ iQOO Z9X വാങ്ങാം, അല്ലെങ്കിൽ CMFന്റെ ഫോൺ 1 വാങ്ങാം. ഏറ്റവും നല്ല ഡിസ്പ്ലേ ഉള്ള ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ CMFന്റെ ഫോൺ 1 വാങ്ങാം. നല്ല ക്യാമറ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോയുടെ M7 Pro വാങ്ങാം. ഇനി നല്ല ബാറ്ററി ലൈഫും ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ M35 വാങ്ങാം. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഫോൺ വെറും ഒരു ഗിമിക്ക് മാത്രമാണെന്ന് പറയാം. അതായത് 15,000 പ്രൈസ് റേഞ്ച് താഴെ ഞങ്ങൾ IP68 കൊടുക്കുന്നുണ്ട്, 69 കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പരസ്യവും കൊടുക്കും. കുറെ റിവ്യൂ യൂണിറ്റ് എടുത്ത് യൂട്യൂബേഴ്സും കൊടുത്തിട്ട് അങ്ങ് തള്ളി വിട്ടേക്കുവാണ്. ഒരിക്കലും 15,000 രൂപ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ദുരന്തം ഫോണൊന്നും വാങ്ങരുത്. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.